+2 ബയോളജി സയൻസ് അല്ല മറ്റു സ്ട്രീം പഠിച്ചവർക്ക് നേഴ്സിംഗ് എടുക്കാൻ അല്ലെങ്കിൽ BSc നേഴ്സിംഗ് എടുക്കാൻ പറ്റാത്തവർക്ക് അല്ലെങ്കിൽ നേഴ്സിംഗ് മേഖലയിലേക്ക് എത്തിപ്പെടാൻ ഏതൊക്കെ കോഴ്സുകൾ പഠിക്കണം എന്നുള്ള ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു. അതായത് ഒരിക്കലും നഴ്സിംഗിന്റെ വാതിൽ അടഞ്ഞു പോകത്തില്ല, അത് കണ്ടിന്യൂ തന്നെയാണ്. അതിനാണ് BSc എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല, അവർക്ക് ജനറൽ നഴ്സിംഗ് അത് GNM എന്ന കോഴ്സ് എടുത്തിട്ട് പിന്നീട് BSc ആയിട്ട് മാറാൻ വേണ്ടി പറ്റും. ആക്ച്വലി അതെന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു നല്ല സിസ്റ്റമായിട്ട് ഞാൻ പേഴ്സണലി എൻകറേജ് ചെയ്യുന്നുണ്ട്. കാരണം ഞാനത് എനിക്ക് കഴിഞ്ഞ വർഷം തന്നെ എനിക്ക് എൻ്റെ നാട്ടിൽ നിന്നൊക്കെ ലൈക്ക് കോഴിക്കോട് ഭാഗത്ത് കുറച്ച് പിള്ളേരൊക്കെ എൻക്വയറി വന്ന സമയത്തും പിന്നെ അന്നത്തെ ഫീസ് ഒത്തിരി ഇപ്പോൾ BScയുടെ ട്രെൻഡ് കൂടിയപ്പോഴത്തേക്കും ഫീസ് ഒത്തിരി അങ്ങ് കൂടിയിട്ടുണ്ട്. അതിൽ ആ കൂടിയ സമയത്ത് ലൈക്ക് അത്രയും അഫോർഡബിൾ ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റുന്ന ഫാമിലീസ് കുറവായിരുന്നു. സോ അവരോട് ഞാൻ പറഞ്ഞു നിങ്ങൾ GNM എടുക്കും. ബട്ട് നമ്മുടെ കോളേജിൽ തന്നെ സയൻസ് ബാക്ക്ഗ്രൗണ്ട് പഠിച്ചിട്ട് നല്ല മാർക്ക് 85% മാർക്കൊക്കെ വാങ്ങിച്ച പിള്ളേർ കേരളത്തിൽ ട്രൈ ചെയ്ത് കിട്ടിയില്ല. എന്നിട്ട് അവർക്കാണെങ്കിൽ ഇത്രയും ഫീസ് കൊടുത്തിട്ട് പിന്നെ BSc പഠിക്കാനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് അവർക്കില്ല. ആ കൊച്ചുങ്ങൾക്ക് GNM എടുത്തു. ഇവിടെ ഏകദേശം 10-12 പിള്ളേർ എബോവ് 80% സയൻസ് മാർക്ക് വാങ്ങിച്ചിട്ട് GNM പഠിക്കുന്ന പിള്ളേരോടെയുണ്ട്. ഓക്കെ, എനിക്ക് ഞാൻ അവരെ നിങ്ങൾ പോകുന്ന മുന്നേ പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പറ്റും. അങ്ങനെ അതുകൊണ്ട് ഒരിക്കലും നഴ്സിംഗിന്റെ വാതിൽ അടഞ്ഞു പോകത്തില്ല. എൻട്രൻസ് എക്സാമിനേഷൻസ് അല്ല, അങ്ങനെ ഇപ്പം എന്താ പറയുക, നിങ്ങൾ ഫിനാൻഷ്യലി മാറ്റേഴ്സ് ആകട്ടെ, എൻട്രൻസ് എക്സാമിനേഷൻസ് ആകട്ടെ, ഇങ്ങനത്തെ എന്ത് വന്നിട്ടുണ്ടെങ്കിലും നേഴ്സായിട്ട് പഠിക്കണം എന്നൊരു കൊച്ചു ആഗ്രഹിക്കുകയാണ്. പഠിക്കാൻ മുന്നിൽ 100 വഴികളുണ്ട്, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എൻ്റെ കണക്ക് പ്രകാരം, എനിക്ക് എൻ്റെ അറിവ് പ്രകാരം ഞാൻ പറയുന്നത്, നമ്മളിപ്പോൾ ഒരു നഴ്സിംഗിൻ്റെ ഒരു കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ANM എന്നൊരു കോഴ്സ് എടുക്കും, അത് കഴിഞ്ഞാൽ GNM വരും. അതിനെക്കുറിച്ച് കുറച്ചുകൂടെ വലിയൊരു കോഴ്സായിട്ട് GNM കൺസിഡർ ചെയ്യുന്നത്. ANM 2 വർഷത്തെ കോഴ്സായിരിക്കും, GNM 3 വർഷത്തെ കോഴ്സായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ BSc 4 വർഷത്തെ കോഴ്സാണ്. അത് കഴിഞ്ഞിട്ട് അടുത്തൊരു കോഴ്സാണ് വരുന്നത് പോസ്റ്റ് BSc. അത് GNM കഴിഞ്ഞ പിള്ളേർക്ക് ഡിഗ്രി ആയിട്ട് മാറാൻ വേണ്ടിയിട്ട്, അത് BSc ഈക്വലൈസേഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സാണ് പോസ്റ്റ് BSc. അത് കഴിഞ്ഞിട്ട് MSc, പിന്നെ MPhil, PhD. ഇതിങ്ങനെയാണ് എൻ്റെ കാറ്റഗറി പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഈ ഓർഡർ ANM, GNM, BSc, പോസ്റ്റ് BSc, അത് ആ ഹൈറാർക്കി ഓർഡർ കൊടുത്തിരിക്കുന്നത്. ANM ഏറ്റവും താഴെ കിടക്കുന്ന കോഴ്സ്, അതിന്റെ മുകളിൽ GNM, അതിന്റെ മുകളിൽ BSc, അതിന്റെ മുകളിലാണ് പോസ്റ്റ് BSc. അതൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഞാൻ ചോദിക്കാൻ വേണ്ടി മൈൻഡിലുണ്ട്. ഓക്കെ, അപ്പോ ചോദിക്കാം സാർ. അത് എന്തുകൊണ്ടായിരിക്കാം എന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. അതായത് എന്തുകൊണ്ടാണ് ഈ BScന്റെ മുകളിലേക്ക് ഈ പോസ്റ്റ് BSc കൊടുക്കാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിലും, നമ്മൾ ഈ നഴ്സിംഗിന്റെ പഠിത്തവുമായി ബന്ധപ്പെട്ട് 2 സെക്ഷനായിട്ടാണ് പോകുന്നത്. ഒന്ന്, നമ്മൾ ക്ലിനിക്കൽ ഫീൽഡ് അല്ലെങ്കിൽ ക്ലിനിക്കൽ ട്രെയിനിങ് ആയിട്ട് ഒരു സെക്ഷൻ പോകും, ഒരു സെക്ഷൻ തിയറി ആയിട്ടും പോകും. അത് നമ്മൾ ഈ യൂറോപ്യൻ കൺട്രീസ്, നമ്മൾ ഇപ്പം എല്ലാവരും ആഗ്രഹമാണ് ഓസ്ട്രേലിയ, UK, US പോവുക, അയർലൻഡ് സെറ്റിൽ ആകുക എന്നൊക്കെ ഒത്തിരി പേരുടെ ആഗ്രഹമാണ്. അവർ ഈ ഇരിക്കുന്നത് അവർ ഏറ്റവും കൂടുതൽ UAE രാജ്യത്ത്, അത് അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ പോകുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാർ ആഗ്രഹിക്കുന്നത് സെറ്റിൽ ആകാനൊക്കെ പറ്റിയ സ്ഥലം എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ യൂറോപ്യൻ കൺട്രീസാണ്. യൂറോപ്യൻ കൺട്രീസിലോട്ട് നമ്മൾ പോകുന്ന സമയത്ത് ഈ പറഞ്ഞ ഡിഗ്രി സർട്ടിഫിക്കറ്റും അതേപോലെ കർണാടക നഴ്സിംഗ് കൗൺസിൽ അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റ് പഠിച്ചോ ആ സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിൽ, അത് മാത്രം പോരാ, അതിന് പുറമെ കോളേജ് പ്രൊവൈഡ് ചെയ്യുന്ന ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അത് ഭയങ്കര വാല്യൂ ആണ്. ട്രാൻസ്ക്രിപ്റ്റ് ഒരു സർട്ടിഫിക്കറ്റ് ആണ്. ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു അക്കാഡമിക് ഇയറിനകത്ത് നമുക്ക് ആ കൊച്ചിന്റെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു, എത്ര % അറ്റൻഡൻസ് ഉണ്ടായിരുന്നു, തിയറി ക്ലാസ്സിൽ എത്ര അതായത് ഇപ്പം യൂണിവേഴ്സിറ്റി തന്നിരിക്കുന്നത് ചിലപ്പോൾ ഒരു സബ്ജക്റ്റിന് 60 മണിക്കൂർ ആണെങ്കിൽ നമ്മൾ എത്ര മണിക്കൂർ കൊണ്ടാണ് കവർ, ചിലപ്പോൾ 60 മണിക്കൂർ കൊണ്ട് തീരത്തില്ല, നമ്മൾ ചിലപ്പോൾ 70 മണിക്കൂർ എടുത്ത് കാണുകയായിരിക്കും. എന്നാൽ നമ്മൾ അത് പ്രിസ്ക്രൈബ് ചെയ്യണം, ഇത്രയാണ് ഹവേഴ്സ് യൂണിവേഴ്സിറ്റി തന്നിരിക്കുന്നത്, പക്ഷെ ഞങ്ങൾ ഇത്ര ഹവേഴ്സ് എടുത്ത്. ഇങ്ങനെ ഒരു തിയറിയിലും പ്രാക്ടിക്കലിന്റെ 2 സെക്ഷനും കാണും. അന്നേരം ഈ ക്ലിനിക്കൽ സെക്ടേഴ്സിൽ വരുന്ന സമയത്ത് നമ്മൾ ടോട്ടൽ ഒരു ഓവറോൾ ആയിരിക്കുന്ന എത്ര ക്ലിനിക്കൽ അവേഴ്സ് കഴിഞ്ഞു എന്നുള്ളതും എത്ര തിയറി അവേഴ്സ് കഴിഞ്ഞു എന്നുള്ളതും അവിടുത്തെ ഗവൺമെന്റിനെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് ട്രാൻസ്ക്രിപ്റ്റ് കോളേജിന്. പക്ഷെ ഇത് ഈ ഒരു ഇൻഫർമേഷൻസ് നമുക്ക് ഒരിക്കലും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടത്തില്ല. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ, എത്ര മാർക്കുണ്ട്, ഏത് സബ്ജക്ട് പാസ്സാണോ ഫെയിലാണോ, അത് മാത്രം ഇൻഫർമേഷൻ കിട്ടുന്നത്. പക്ഷേ യൂറോപ്യൻ കൺട്രിയിലോട്ട് വേണ്ട അത് മാത്രമല്ല, പാസ്സായി എന്നത് മാത്രമല്ല, അവർക്ക് അതേപോലെ പ്രയോജനമാണ് ഈ സ്റ്റുഡൻസ് പീരീഡിൽ ഇവർ എത്ര മണിക്കൂർ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ ഇവർ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫാക്ടറാണ്. അതിൽ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ GNM പോസ്റ്റ് BSc വരുമ്പോഴത്തേക്കും ക്ലിനിക്കൽ ഹവേഴ്സിൽ BScക്കാൾ കൂടുതൽ വരുന്നത് പോസ്റ്റ് BSc ആണ്. അന്നേരം അതുകൊണ്ട് അവർക്ക് കുറച്ചുകൂടി വെയിറ്റേജ് അല്ലെങ്കിൽ വാല്യൂ കൂടുതൽ കിട്ടും. ഇപ്പം ഞാനൊരു യൂറോപ്യൻ കൺട്രിയിൽ ഇരിക്കുവാണ്, ആ ഒരു ഹോസ്പിറ്റലിൽ ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ GNM കഴിഞ്ഞ് പോസ്റ്റ് BSc കഴിഞ്ഞ് ഒരാൾ ജോലിക്ക് അപ്രോച്ച് ചെയ്യുന്നു, BSc കഴിഞ്ഞ് ഒരാൾ ജോലിക്ക് അപ്രോച്ച് ചെയ്യുന്നു, ഒറ്റ വേക്കൻസി അവിടെ ഉള്ളൂ എങ്കിൽ കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ളത് GNM കഴിഞ്ഞിട്ട് പോസ്റ്റ് BSc വരും. കാരണം അവർക്ക് പ്രാക്ടിക്കൽ ഹവേഴ്സ് കൂടുതൽ പോയിട്ടുണ്ട്.
അത് ഡിപ്പെൻസ്, അത് മാറി തിരിഞ്ഞൊക്കെ ഇരിക്കും. പക്ഷെ അവർക്കാണ് കൂടുതൽ ഹവേഴ്സ് പോകുന്നത്. അതുകൊണ്ടാണ് GNM BSc കഴിഞ്ഞിട്ട് പോസ്റ്റ് PhD ഹൈറാർക്കി ലെവലിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അതാണ് ആക്ച്വലി നല്ലതാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഈ ഫീസിന്റെ കമ്പാരിസൺ ചെയ്തപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, BScയുടെ ഓൾമോസ്റ്റ് ഹാഫ് ഉള്ളൂ പോസ്റ്റ് GNM പഠിക്കുന്നത്. എന്നിട്ടും നമ്മൾ പോസ്റ്റ് BSc എടുക്കുകയാണെങ്കിൽ ഓക്കെ, കാരണം പോസ്റ്റ് BScക്ക് പിന്നെയും അതിൻ്റെയും പകുതി വരും. അതായത് നമ്മൾ BScക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ ഒരു 60% ഫീസ് മതി GNM പോസ്റ്റ് BSc കംപ്ലീറ്റ് ചെയ്യുന്നത്. നമ്മൾ BScയും GNM മാത്രമല്ല, രണ്ടും കൂടി കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും BSc പഠിച്ചിറങ്ങുന്നതിന്റെ 60% ഫീസ് മതി. അതുപോലെ തന്നെ GNM കഴിഞ്ഞിട്ട് പോസ്റ്റ് BSc എടുക്കണമെന്നുണ്ടെങ്കിൽ ടൈം ഗ്യാപ്പ് വരുന്നുണ്ടോ? ഒരിക്കലും ടൈം ഗ്യാപ്പ് വരത്തില്ല. അത് കർണാടകയുടെ മാത്രം ഒരു അവകാശത്തിൽപ്പെട്ട ഒരു കാര്യമാണ്. കാരണം കഴിഞ്ഞ 3 വർഷങ്ങൾക്ക് മുമ്പേ എക്സാക്ട്ലി പറയുകയാണെങ്കിൽ 2019-20 ആ അക്കാഡമിക് ഇയർ കഴിഞ്ഞതിന് ശേഷം തൊട്ടിട്ട് നമ്മളുടെ ഈ GNMന്റെ നഴ്സിംഗിന്റെ അതായത് എക്സാമിനേഷൻ അതോറിറ്റി പണ്ട് KSD MEB എന്നൊരു ബോഡിയായിരുന്നു. അത് കർണാടക എഡ്യൂക്കേഷൻ നഴ്സിംഗ് ഡിപ്ലോമ ബോർഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു KSD MEB ബോർഡായിരുന്നു ആക്ച്വലി ഈ പറഞ്ഞ എക്സാം നടത്തിയിരുന്നത്. പക്ഷെ 2019-20 ആ അക്കാഡമിക് ഇയർ കഴിഞ്ഞതിന് ശേഷം ഈ എക്സാം നടത്തുന്നത് ഇപ്പം രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി തന്നെയാണ്. ഓക്കെ, അത് എക്സാം കോർഡിനേറ്റ് ചെയ്യുന്നതും എക്സാം ഡേറ്റ് ഇടുന്നതും പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുന്നതും എല്ലാം ഇപ്പം ചെയ്യുന്നത് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയാണ്. അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ GNMന്റെ 3rd ഇയറിന്റെ എക്സാം ഓൾമോസ്റ്റ് ഓഗസ്റ്റ് ആകുമ്പോഴത്തേക്കും ഇവരുടെ 3rd ഇയറിന്റെ എക്സാം കഴിയും. ഓക്കെ, എന്നിട്ട് വിത്തിൻ 1 മന്തിനകത്ത് അവർ മാസ് കാർഡും പബ്ലിഷ് ചെയ്യും, റിസൾട്ടും പബ്ലിഷ് ചെയ്യും, മാസ് കാർഡും പബ്ലിഷ് ചെയ്യും. ഏകദേശം ഒരു 1.5-2 മാസത്തിനകത്ത് അവർക്ക് പേര് രജിസ്റ്റർ, അതായത് കർണാടക നഴ്സിംഗ് കൗൺസിൽ പേര് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. മിക്കവാറും അവരുടെ പോസ്റ്റ് BScന്റെ അക്കാഡമിക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡിസംബറിലേക്ക് ആയിരിക്കും. അന്നേരം അവർക്ക് ആ ഒരു ഒക്ടോബർ ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ കൂടുതൽ നവംബർ ആകുമ്പോഴത്തേക്കും ഇവർക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൈ കിട്ടിക്കഴിഞ്ഞാൽ ദേ ആർ എലിജിബിൾ ടു ടേക്ക് ദി അഡ്മിഷൻ ഫോർ പോസ്റ്റ്. അന്നേരം അവർക്ക് കണ്ടിന്യൂഷൻ ആയിട്ട് ഒരു അക്കാഡമിക് ഇയർ പോലും മിസ്സാകാത്ത രീതി കിട്ടും. മറ്റ് സ്റ്റേറ്റ് കണ്ടതിൻ്റെ ബുദ്ധിമുട്ട് ഈ എക്സാമിനേഷൻ നടത്തുന്നത്, അതായത് GNMന്റെ എക്സാമിനേഷൻ നടത്തുന്നത് വേറെ ആൾക്കാരും BScന്റെ എക്സാമിനേഷൻ നടത്തുന്നത് യൂണിവേഴ്സിറ്റി ആയിരിക്കും. അന്നേരം ഇവരുടെ 2 ടൈം ഇവർക്ക് ഒരേപോലെ എന്താ പറയുക പ്ലാൻ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അറിയാതെ തന്നെ ഒരു അക്കാഡമിക് ഇയർ അങ്ങ് പോയി കിട്ടും. അത് നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ ഇവിടെ രണ്ടും കൂടി ഒരു ബോഡി ആയതുകൊണ്ട് അത് കറക്റ്റായിട്ട് GNM കഴിഞ്ഞിട്ട് പോസ്റ്റ് BScയുടെ സീറ്റ് എടുക്കത്തക്ക രീതിയിൽ തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഒരാൾ ഇപ്പോൾ GNMന് ജോയിൻ ചെയ്തത്, ഞാൻ പറഞ്ഞല്ലോ ഏകദേശം 10-12 പിള്ളേർ ഞാൻ BSc എലിജിബിൾ ആയിട്ട് പോലും ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട് ഉള്ളത് കൊണ്ട് GNM ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ചെയ്യാൻ വേണ്ടി പോകുന്ന സിസ്റ്റം സെയിം തന്നെയാണ്. അവർ GNM കഴിയുന്നു, കണ്ടിന്യൂ തന്നെ ഇവിടെ തന്നെ പോസ്റ്റ് BSc കണ്ടിന്യൂ ചെയ്തു പോകും. അവരൊന്നും അറിയത്തില്ല. കാരണം അവർക്ക് കിട്ടുന്ന സമയത്ത് കറക്റ്റായിട്ട് BSc സർട്ടിഫിക്കറ്റ് ആയിട്ട് തന്നെ അവർക്ക് കിട്ടുന്നുണ്ട്. പോസ്റ്റ് BSc പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇവർക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് സ്റ്റൈപ്പൻഡ് കാര്യങ്ങളെല്ലാം അത് അവർ ഓരോ ഹവേഴ്സ് ബേസിലായിരിക്കും. ഹവേഴ്സ് ബേസ് അവർക്ക് സ്റ്റൈപ്പൻഡ് കാര്യങ്ങളൊക്കെ കിട്ടും. അതൊക്കെ നമ്മുടെ ഭാഗത്ത് തന്നെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അവർക്ക് എന്തായാലും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് GNM എടുത്തിട്ട്. GNM എല്ലാം കൊണ്ട് ബെനിഫിറ്റ് തന്നെ, ഒരിക്കലും അത് നഷ്ടമായിട്ട് വരത്തില്ല. കാരണം എന്താ പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലുള്ള ഒരുപാട് ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണയാണ് GNMന് വാല്യൂ ഇല്ല, BScക്ക് മാത്രം നല്ല വാല്യൂ ഉള്ളൂ എന്നുള്ള ഒരു ഇത്. അപ്പോൾ അല്ല, അങ്ങനെ ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞത് എപ്പോഴും BScനെക്കാട്ടും മുകളിലാണ് പോസ്റ്റ് BSc വരുന്നത്. അത് വന്നത് ഗ്രാജുവേഷൻ്റെ ആ ഡിഗ്രിയുടെ ക്വാളിഫിക്കേഷൻ അതിനേക്കാൾ കൂടുതലായിട്ട് അവരുടെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ക്ലിനിക്കൽ ട്രെയിനിങ്ങിൻ്റെ അവേഴ്സ് കൂടുതലാണ്. അന്ന് എപ്പോഴും അതിന് ഹൈറാർക്കി കൂടുതലാണ്, കുറവല്ല, നഷ്ടം വരും.